ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വേവ്. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഞാൻ ആക്ച്വലി സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്ത ബ്ലൗസ് ഈ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. എനിക്ക് അതാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത്. പക്ഷേ അതങ്ങനെ ഒരു പെർഫെക്ഷനോട് കൂടിയിട്ട് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു പ്രിൻസസ് കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ അതായത് ബോഡി നോർമലി ഉള്ള ഒരാളാണെങ്കിൽ പ്രശ്നമില്ല. അതല്ലാണ്ട് കുറച്ച് ബൾക്കി ആയിട്ടും കുറച്ച് ഹെവി ആയിട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യുമ്പോഴാണ് അതൊരു വൃത്തിയായിട്ട് വരിക. എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ബോഡിയിൽ നിന്നും മെഷർമെൻറ്റ് എടുക്കുമ്പോൾ 38.5 ഇഞ്ച് വരുന്ന ഒരാളുടെ ബ്ലൗസാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ലൈനിങ് ഇതാ രണ്ടാക്കിയിട്ട് ആസ് യൂഷ്വൽ നമ്മൾ മടക്കിയിടുന്ന പോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ അടുത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ബാക്ക് പോർഷനാണ് ആദ്യം കട്ട് ചെയ്ത് എടുക്കുന്നത്. ഫ്രണ്ടിലാണ് നമ്മൾ ഹുക്ക് വയ്ക്കുന്നത്. അതുകൊണ്ട് ബാക്കിൽ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ അടുത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചു. താഴെ ലെവൽ ചെയ്യാനുള്ള ഒരു വരയും അതേപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് താഴെ മടക്കി അടിക്കാനുള്ള സീം അലവൻസും കൂടി വരച്ചു വെച്ചു. അതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് 14.5 ഇഞ്ചാണ് ഞാൻ ബ്ലൗസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അതിന് ശേഷം മുകളിൽ ഒരു 1/2 ഇഞ്ചും കൂടി നമ്മൾ ഷോൾഡറിനുള്ള സീം അലവൻസ് ആയിട്ട് കൊടുത്തു വെച്ചു. ഇനിയാണ് നമ്മുടെ ഷോൾഡർ മാർക്കിംഗ്. ഞാനിവിടെ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് ഇറക്കുന്നതിനനുസരിച്ച് ഷോൾഡർ നമ്മുടെ എത്ര കുറച്ചിട്ട് വരണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ അതൊന്ന് കയറി നോക്കും. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഷോൾഡർ മെഷർമെൻറ്റ് വരുന്നത് 15.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7.25. അപ്പോൾ നമ്മൾ ബാക്കിൻ്റെ ഇറക്കം ഓരോ ഇഞ്ച് കുറയ്ക്കും തോറും നമ്മൾ ആ 7.25 നിന്ന് 1/4 ഇഞ്ച് കുറച്ച് വരണം. അപ്പോൾ ഇവിടെ ബാക്കിനൊക്കെ ഇറക്കം ഞാൻ കൊടുക്കുന്നത് 8 ഇഞ്ച് ആയതുകൊണ്ട് എനിക്ക് അവിടെ 5.5 ഇഞ്ചാണ് ഈ ഒരു മെഷർമെൻറ്റിൽ വരിക. അപ്പോൾ ആ 5.5യുടെ കൂടെ ഞാനിവിടെ നെക്കിൻ്റെ വൈഡ് ഒരുപാട് കൂട്ടാത്തത് കൊണ്ട് ഞാൻ 6 ഇഞ്ചാക്കിയിട്ട്, അതായത് 1/2 ഇഞ്ച് സീം അലവൻസിന് വേണ്ടി ചേർത്തിട്ട് ഞാനിവിടെ 6 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നെക്കിൻ്റെ വിഡ്ത്ത് ഒരുപാട് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ 5.5 5.25 ഇഞ്ച് തന്നെ എടുത്താൽ മതിയാകും. ഇനി നമ്മൾ ഷോൾഡർ സ്ലോപ്പിനായിട്ട് ഒരു 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അതിന് ശേഷം നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 2.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ റെഡിയായി വരുമ്പോൾ അത് 3 ഇഞ്ച് ആവും. അതുപോലെ നെക്ക് ഡെപ്ത്ത് ബാക്കിലോട്ട് ഞാൻ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ മുകളിലുള്ള 1/2 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഞാനൊരു 7.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് റെഡിയായി കഴിയുമ്പോൾ 8 ഇഞ്ച് നമുക്ക് കിട്ടും. ഇനി ഇവിടെ താഴെ നമുക്ക് 2.25 വരെ ഞാനിവിടെ ഒരു 3 ഇഞ്ച് വിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു ഷേപ്പ് കുറച്ചും കൂടി ഒന്ന് വൈഡായിട്ട് അവിടെ ബാക്കിലോട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നത്. അതായത് ഇതേപോലെ ഒരു വൈഡ് യു കൊടുത്തിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഒരു 1/4 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത്ത് ഇവിടെ 6 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത്ത് എപ്പോഴും ഷോൾഡറിൽ കൊടുക്കുന്ന അതേതായിരിക്കില്ല എല്ലാവർക്കും. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ചാനലിലൊന്ന് കയറി നോക്കണേ. ഇനി നമ്മൾ ആ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൽ നമ്മുടെ ചെസ്റ്റ് പോർഷൻ്റെ 4/1 9.6 ഇവിടെ വരിക. അതായത് 38.5 ആണ് ചെസ്റ്റ് പോർഷൻ്റെ 4/1. അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു 1/2 ഇഞ്ച് മുതൽ 3/4 ഇഞ്ച് വരെ ഈസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, 1.5 ഇഞ്ച് സീം അലവൻസിനും കൂടി വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നു. അപ്പം ഞാനിവിടെ 3/4 ഇഞ്ച് ഏകദേശം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു 10.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 10.3 എനിക്ക് വരിക. ഞാനിവിടെ ഒരു 10.25 തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ടൊരു 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തു. അതിനുശേഷം നമ്മൾ ആം ഹോൾ എത്രയാണോ ഇറക്കിയത് അതിൻ്റെ പകുതിയിൽ നിന്ന് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ഫ്രഞ്ച് കേർവ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി നമ്മളിപ്പോൾ ഇറക്കിയിരിക്കുന്ന ആം ഹോളിൻ്റെ ലെങ്ത്ത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ മുകളിലുള്ള സീം അലവൻസ് വിട്ടിട്ട് ഇതേപോലെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുമ്പോൾ ബോഡിയിൽ നിന്നും നമ്മുടെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് വരുന്നത് 18.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു 1 ഇഞ്ച് ഇവിടെ ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് ലൂസിന് വേണ്ടി ആഡ് ചെയ്തിട്ട് 19.5 ഇഞ്ച് കണക്കാക്കണം. 19.5യുടെ പകുതിയായിട്ടുള്ള 9.25 നമുക്കിവിടെ കിട്ടേണ്ടത്. ഒരു 1/4 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഈ ആം ഹോളിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം. ഇനി താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് എത്രയാണോ കിട്ടുന്നത്
അത് 34 34ൻ്റെ 4/1 8.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചിൻ്റെ ടക്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം 1.5 ഇഞ്ച് സീം അലവൻസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ട് ഈ 9.5 ഇഞ്ചിൻ്റെ ലൈനിലും മുകളിൽ വരച്ചിട്ടുള്ള 10.4 ഇഞ്ചിൻ്റെ ലൈനും കൂടി നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഇനി നമുക്ക് ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ നേരെ പകുതി, അതായത് 9.5 ഇഞ്ചിലാണല്ലോ മാർക്ക് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ നേരെ പകുതി എടുക്കുക. അതിനുശേഷം അവിടെ നിന്ന് മുകളിലോട്ട് ഒരു 4 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് രണ്ട് സൈഡിലേക്കും ഹാഫ് ഇഞ്ച് കണക്കാക്കിയിട്ടാണ് നമ്മൾ 1 ഇഞ്ചിൻ്റെ ടക്ക് എന്ന് പറയുന്നത്. അതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് ബ്ലൗസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട പോയിൻറ്റ്സ് ഒക്കെ അറിയുന്ന ഭാഗത്ത്, നെക്കിൻ്റെ അവിടെ, അതുപോലെ ഈ ടക്ക് പോയിൻറ്റ്, അതുപോലെ സൈഡിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുന്നിടത്തൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. അതുപോലെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നില്ല. ഷോൾഡർ സ്ലോപ്പ് ഇതേപോലെ ഒന്ന് വരച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ തന്നെ സീം അലവൻസും കൂടി മാർക്ക് ചെയ്യാൻ മറക്കരുത്. വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നെക്ക് പോർഷനും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ടക്ക് പോയിൻ്റ് അടുത്ത സൈഡിലേക്കും കൂടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ളൊരു സാധനം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് അതിൻ്റെ ഇംപ്രഷൻ ഒന്ന് ബാക്കിലോട്ട് വരുത്തിയിട്ട് ഇതേപോലെ നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇനി നേരെ നമ്മുടെ തുണിയെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മളുടെ അടുത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ബാക്ക് പോർഷൻ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് നമ്മളുടെ ഹുക്കിന് വൈക്ക് വേണ്ടിയിട്ടുള്ള സീം അലവൻസ് ഇട്ട ശേഷം വേണം നമ്മളിതുപോലെ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ഷോൾഡർ, അതുപോലെ ആം ഹോള് എല്ലാം, സൈഡ് ഫിറ്റിംഗ് എല്ലാം നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് ഒന്ന് മാറ്റി കൊടുക്കാം. ഇതെല്ലാം തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആ ഒരു 1/4 ഇഞ്ചിൻ്റെ ഇപ്പുറത്തോട്ടാണ്. അത് മറക്കരുത്. നമ്മൾ ബാക്ക് പീസ് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ ഒരു സീം അലവൻസും കൂടി നമുക്കൊന്ന് അങ്ങനെ വരച്ചെടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് കൊടുക്കുന്നത് 6.25 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണേ. നമ്മൾ ഷോൾഡറിൻ്റെ അവിടുത്തെ സീം അലവൻസ് ഒന്ന് വരച്ചെടുക്കണം. അതേപോലെ തന്നെ ആം ഹോൾ ഒന്ന് ജസ്റ്റ് വരച്ചെടുക്കുക. കാരണം ഫ്രണ്ട് സൈഡിൽ ജസ്റ്റ് ഒന്ന് കുഴിച്ച് നമുക്ക് ആം ഹോൾ വരയ്ക്കാനുണ്ട്. ഇനി നമ്മൾ താഴെ ലെങ്ത്ത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നതിനേക്കാട്ടിലും 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ സൈഡിൽ എന്ന് പറയുന്നത് നമ്മളൊരു 1/4 ഇഞ്ച് നമ്മളുടെ അവിടെ ടക്കിന് വേണ്ടി പോവും. അത് കൂടാതെ നമ്മളൊരു 1/4 ഇഞ്ചും ഒരു പോയിൻറ്റും 1/4 ഇഞ്ചും ഒരു പോയിൻറ്റും സ്റ്റിച്ച് ചെയ്യാനും കൂടി പോകുന്നത് കൊണ്ട് ഞാനിവിടെ ഒരു 1.25 ഇഞ്ചിൽ, അതായത് ബാക്ക് സൈഡിനെക്കാട്ടിലും നമുക്ക് ആ സൈഡിലേക്ക് ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ വര നേരെ നമ്മൾ എന്ത് ചെയ്യാം, താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ 1.25 ഇഞ്ചിൻ്റെ വരയാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് 1.5 ഇഞ്ച് ഞാൻ ഇതാ ഉള്ളിലേക്ക്, നമ്മുടെ സീം അലവൻസ് 1.5 ആണല്ലോ, അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അവിടുത്തെ അളവൊന്ന് എടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും വേണ്ടത് എത്രയാണ്, 8.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടുള്ളൂ. അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 8.5 ആണല്ലോ. പക്ഷെ നമ്മൾ ഇവിടെ അളക്കുമ്പോൾ നമുക്ക് 11.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. ആ 11.5 നിന്ന് ആ 8.5 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് 3 ഇഞ്ച് കിട്ടും. പക്ഷേ ആ 3 ഇഞ്ചാണ് നമ്മുടെ ടക്കിൻ്റെ വിഡ്ത്ത് വരേണ്ടത്. അത് തയ്ച്ച് കഴിയുമ്പോഴാണ്. അപ്പോൾ ആ 3 ഇഞ്ച് ടോട്ടലായിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം 3 ഇഞ്ച് നമുക്ക് കിട്ടണതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് സീം അലവൻസ് കുറച്ചിട്ട് നമ്മളിവിടെ, അപ്പോൾ നമ്മളൊരു 3/4 ഇഞ്ചാണ് സീം അലവൻസ് ആയിട്ട് കണക്കാക്കുക. കാരണം രണ്ട് സൈഡിലും 1/4 ഇഞ്ച് ഒരു പോയിൻറ്റും പോകുമ്പോൾ നമുക്കിവിടെ 2.25 ഇഞ്ചിലാണ് വരേണ്ടത്. ഇനി ടക്ക് പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നത് ഇതാ ഇങ്ങനെയാണ്. ഷോൾഡറിൽ നിന്ന് താഴേക്ക് നിപ്പിൾ പോയിൻറ്റ് വരെ നമ്മുടെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ 10.5 ഇഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ആ സീം അലവൻസ് വിട്ട ശേഷം ഇതേപോലെ ഞാൻ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തത് കൊണ്ടാണ് 10.5 ഇഞ്ച്. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ കേസിൽ ഒരു 9, 9.5, 10, 10.5 ഇതൊക്കെയാണ് വരാറുള്ളത് കേട്ടോ. ഇനി നമ്മൾ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ നിപ്പിൾ ടു നിപ്പിൾ പോയിൻറ്റിൻ്റെ ലെങ്ത്താണ്. അതായത് അതിൻ്റെ ഒരു നിപ്പിൾ മുതൽ അടുത്ത നിപ്പിൾ വരെയുള്ള അകലമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ഡിവൈഡ് ബൈ 4 ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂട്ടുക. അപ്പം ഞാനിവിടെ ഈ ഒരു 4 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. 4 ഇഞ്ച് തന്നെ താഴെയും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പോയിൻ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് വരയ്ക്കുകയാണ്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അണ്ടർ ബസ്റ്റ് പോയിൻ്റാണ്. അതായത് നമ്മുടെ ബസ്റ്റ് കഴിയുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തെ അളവാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അത് യൂഷ്വലി എല്ലാവർക്കും നമ്മുടെ ബ്രസ്റ്റ് പോയിൻറ്റിനെക്കാട്ടിലും താഴേക്ക് ഒരു 2.5 to 3 ഇഞ്ച് കൂടുതലായിരിക്കും. അപ്പോൾ അത് ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മളുടെ പോയിൻ്റ് മാർക്ക് ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 2.25 ഇഞ്ച് നമ്മുടെ ടക്ക് പോയിൻ്റ് ഉണ്ടല്ലോ, ആ 2.25 ഇഞ്ച് ഞാൻ ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന്ന് അപ്പുറത്തേക്ക് ഇതുപോലെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ,
ഇനി നമ്മളുടെ ഈ ഒരു പോയിന്റ് വരെ, അതായത് 14 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് വരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടും ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഷേപ്പ് ചെയ്തിട്ടുമാണ് വരയ്ക്കുന്നത്. ഇനി ആം ഹോളിൻ്റെ അവിടെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ ആകെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് ലെഫ്റ്റിലോട്ടും പോകാൻ പാടില്ല, ഒരുപാട് കയറിയിട്ടും പോകാൻ പാടില്ല. അങ്ങനെ ഇതേപോലെ ഒരു പോയിന്റ് നമ്മൾ വരച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ സാധാരണ ബ്ലൗസിൻ്റെ ടക്ക് മാർക്ക് ചെയ്യുമല്ലോ ആം ഹോളിൻ്റെ, അതുപോലെയാണ് ഏകദേശം. ഒരുപാട് കയറിയിട്ടും പോകാൻ പാടില്ല, ഒരുപാട് ഇറങ്ങിയിട്ടും വരാൻ പാടില്ല. ചില ആൾക്കാർ നേരെ ആ ഒരു കോർണർ ഉണ്ടല്ലോ, നമ്മുടെ ആം ഹോൾ വരയ്ക്കുന്ന കോർണർ, അതിലേക്ക് മാർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ വരില്ല. അത് ഈ ബ്രസ്റ്റ് പോയിൻറ്റും അപ്പെക്സ് പോയിൻറ്റൊക്കെ മാറുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേപ്പിന് വ്യത്യാസം വരും. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത ശേഷം 4 ഇഞ്ച് 2 സൈഡിൽ നിന്നും, ഒരുപാട് ലെങ്ത്തിലും അല്ല ഞാൻ മാർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ 4 ഇഞ്ചിലാണ് നമ്മളവിടെ ടക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും കൂടി മാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണോ സ്റ്റിച്ച് ചെയ്യാനുള്ള അവിടെയൊക്കെ നോച്ചസ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അത് കൂടാതെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ സാധാരണ ഫ്രണ്ട് നെക്ക് ഓപ്പൺ ആയിട്ടുള്ള ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു 4 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് സാധാരണ ബ്ലൗസിൽ. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. അതിന് ശേഷം പ്രിൻസസ് കട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഷേപ്പ് കറക്റ്റായിട്ട് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഫ്രണ്ടിലെ ഈ ഒരു പ്രിൻസസ് കട്ട് പോർഷനിൽ ഇതേപോലെ സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചെരിച്ചൊന്നുകൂടി കട്ട് ചെയ്യുക. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. അത് ഞാൻ ലൈനിങ് വെക്കാതെയാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത്, അപ്പോൾ അതിന്ന് താഴേക്ക് ഒരു 1/2 ഇഞ്ച്, മുകളിലേക്കും ഒരു 1/2 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പം ഞാനിവിടെ 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്, പ്ലസ് 1/2 ഇഞ്ച് മുകളിലും 1/2 ഇഞ്ച് താഴെയും. കാരണം ഞാൻ സാരിയിൽ നിന്നൊരു ബോർഡറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ഏകദേശം 3.5 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ക്യാപ്പ് ഹൈറ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. ക്യാപ്പ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3.8, 3.25 ഒരു പോയിൻറ്റും കൂടി ചേർത്തിട്ട് വരച്ചിട്ടുണ്ട്. ഈ കാണിക്കുന്ന ഇങ്ങനെ ചെരിച്ച് വരയ്ക്കുന്ന ലൈൻ ഉണ്ടല്ലോ, അത് കിട്ടേണ്ടത് നമ്മൾ ബാക്കിലെ ആം ഹോൾ മാർക്ക് ചെയ്തില്ലേ, അത് എത്രയാണോ കിട്ടുന്നത് അതിനേക്കാളും ഒരു 4 ഇഞ്ച് കുറച്ചിട്ട് നിങ്ങളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 9.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പിന്നീട് വളച്ച് വരയ്ക്കുമ്പോൾ 9.5 ആയിക്കോളും, അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അവിടെ എത്രയാണോ കിട്ടുന്നത് അതിനേക്കാട്ടിലും ഒരു 4 ഇഞ്ച് കുറച്ചിട്ട് ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം കാണുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ബാക്ക് ആം ഹോളൊന്ന് വരച്ചെടുക്കാം. സെൻറ്റർ പോയിൻ്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് നമ്മളിതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരുപാട് പോയിൻ്റ് ചെയ്യാതെ നമ്മളിത് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ബാക്ക് ആം ഹോൾ വരുന്നത്. അതിന് ശേഷം നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ്, നമ്മൾ ബോഡിയിൽ എത്രയാണോ സീം അലവൻസ് കൊടുത്തത് അത് തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കണം. അതുപോലെ താഴത്തെ കൈവണ്ണത്തിൻ്റെ ലൂസ് 5.5 ഇഞ്ചാണ്, അതും മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് വരച്ച ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് അളന്ന് നോക്കുന്നുണ്ട്. അളന്ന് നോക്കുമ്പോൾ നമുക്കിതാ 9.5 ഇഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാപ്പ് ഹൈറ്റും സ്ലീവ് മാർക്കിങ്ങും ഒക്കെ ശരിയാണെന്നാണ് അർത്ഥം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തികയാതെയോ അല്ലെങ്കിൽ എക്സ്ട്രായോ ഒക്കെ വരും. അപ്പോൾ അതിനനുസരിച്ച് ക്യാപ്പ് ഹൈറ്റ് കയറ്റിയും ഇറക്കിയും ഒക്കെ വരയ്ക്കുക. ഇനി ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ഇതേപോലെ ഒന്ന് വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ചു വിട്ടിട്ടുണ്ടല്ലോ, അതിതുപോലെ ആയി കിട്ടും. നമുക്കിനി സ്ലീവും കൂടി കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി ഇതെല്ലാം മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക. ഇതേപോലെയാണ് ഞാൻ സാരിയിലെ ബോർഡറിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഇതിൽ ജോയിൻ ചെയ്യുകയാണ്. നമുക്ക് സീം അലവൻസ് ഇടാനുള്ള സ്ഥലം മെയിൻ ക്ലോത്തിലില്ല, അപ്പോൾ അത് ഞാൻ ജോയിൻ ചെയ്ത് എടുക്കേണ്ടി വരും. ഞാൻ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല, കാരണം കുറേ പേർക്ക് കട്ടിങ്ങിലാണ് എപ്പോഴും സംശയം വരാറുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രിൻസസ് കട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും. അതിന് മുൻപ് നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണേ.